നമ്മുടെ ഏവർക്കും പ്രിയപ്പെട്ട ഉഷോപ്പാളാണ്. ഉഷോപ്പാൾ ഇപ്പോൾ കേരളത്തിലില്ലെങ്കിൽ പോലും നമ്മുടെ കുട്ടികൾക്ക് അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തയ്യാറായി നമ്മളോടൊപ്പം ഉണ്ട്. ഉഷോപ്പാൾക്ക് കൃത്യമായ സ്വാഗതം. ഒപ്പം ഇന്ന് ഈ പഠന ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതവും സന്തോഷവും അറിയിക്കട്ടെ. ആദ്യമായിട്ട് ഞാൻ ജയകൃഷ്ണൻജിയെ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിക്കുകയാണ്. കുഞ്ഞുങ്ങൾ തന്നെ തോന്നുന്നു ചേട്ടാ, സുരേഷ് ചേട്ടാ. ഓക്കെ എന്നാ വിട്ടുപോയി. ശരി, ഉഷോപ്പാളെ ആരാന്ന് വെച്ചാ വിളിക്കോ, പ്രാർത്ഥന ആരാന്ന് വെച്ചാ വിളിച്ചോളൂ. ഞാൻ പതിവ് പോലെ പറഞ്ഞു പോയത്. നമസ്തേ ജയശങ്കര. എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ ബാലശങ്കരം പരിപാടിയിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യമായിട്ട് ശാന്തി മന്ത്രത്തോടെ നമുക്ക് തുടങ്ങാം. ശാന്തി മന്ത്രം ജപിക്കുന്നതിലേക്ക് ധ്യാൻ മോനെ സാദരം സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ധ്യാൻ. ഓം സഹനാവതു സഹനൗ പുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാമധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ജയശങ്കര. നമസ്തേ ജയശങ്കര, മിടുക്കൻ. അടുത്തതായിട്ട് ഗുരുവന്ദനമാണ്. ഗുരുവന്ദനത്തിൽ ദേവികയെ ക്ഷണിക്കുന്നു. ദേവിക. ജയശങ്കര. കേൾക്കുന്നില്ല മോളെ. കേൾക്കുന്നില്ല മോളെ. ശ്രീ ശങ്കരാചാര്യമതം ച ഹസ്താമലഭ്യം തം തോടകം വാർത്തികകാരമന്യാൻ അസ്മദ്ഗുരൂൻ സന്തതമാനതോസ്മി. ജയശങ്കര. ജയശങ്കര, വളരെ സന്തോഷം. അടുത്തതായി സദാശിവ സമാരംഭം ചൊല്ലുന്നതിലേക്ക് മോനെ ക്ഷണിച്ചുകൊള്ളുന്നു. സദാശിവ സമാരംഭം. സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരു പരമ്പരാ. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. ജയശങ്കര. ജയശങ്കര, വളരെ സന്തോഷം മോനെ. അടുത്തതായിട്ട് ഗണപതി സ്തുതിയാണ്. ഗണപതി സ്തുതിക്കായി ആരുഷ് മോനെ വിളിക്കുന്നു. ആരുഷ്. നമസ്തേ ജയശങ്കര. ഓം വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. ജയശങ്കര. ജയശങ്കര, വളരെ സന്തോഷം മോനെ. അടുത്തതായി സരസ്വതി സ്തുതിയാണ്. അതിനായി രുദ്രാണി മോളെ ക്ഷണിക്കുന്നു. കുഞ്ഞു രുദ്രാണി. കേൾക്കുന്നില്ലല്ലോ മോളെ. മ്യൂട്ട് ചെയ്തേക്കാണ്. മൈക്ക് ഒന്ന് മ്യൂട്ട് മാറ്റൂ. സരസ്വതി ചെല്ലുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭ കരിഷ്യാമി ചിത്തേ ഭവതു മേ സദാ. ജയശങ്കര. ജയശങ്കര, കൊച്ചുമിടുക്കി. അടുത്തതായിട്ട് സരസ്വതി വന്ദനത്തിനായി വേദ മോളെ വിളിക്കുന്നു. വേദ മോൾ. വേദ.
सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा. ജയശങ്കര, വളരെ സന്തോഷം മോളെ. അടുത്തതായി സരസ്വതി വന്ദനത്തിനായി അഭിശ്രീ അഭിലാഷിനെ ക്ഷണിക്കുന്നു. അഭിശ്രീ. व्याशेतपद्मासना या ब्रह्माच्युतशङ्कर प्रभृतिव देवैः सदा वन्दिता सा मां पातु सरस्वती भगवती विशेषजाड्यापः शुक्लां ब्रह्मविचारसार परमा आद्यां जगद्व्यापिनी वीणा पुस्तकधारिणी अभयदा जाड्यान्धकारापः हस्ते स्फाटिकमालिका विदधति पद्मासने संस्थितां वन्दे त्वां परमेश्वरी भगवती बुद्धिप्रदां शारदा. ജയശങ്കര. വളരെ സന്തോഷം മോളെ. അടുത്തതായിട്ട് മാതൃവന്ദനത്തിനായി ദേവിക മോളെ ക്ഷണിക്കുന്നു. മാതൃവന്ദനം. ജയശങ്കര. ഓം ആസ്താം താവതീയം പ്രസൂതിസമയേ ദുർവാരശൂലവ്യഥാ നൈരുച്യം തനുശോഷണം മലമയീ ശയ്യാ ച സംവത്സരീ ഏകസ്യാപി ന ഗർഭഭാര ഭരണക്ലേശസ്യ യസ്യാ ക്ഷമോ ദാതും നിഷ്കൃതിമുന്നതോപി ദനയാ തസ്യൈ ജനന്യൈ നമഃ. ജയശങ്കര. ജയശങ്കര, വളരെ സന്തോഷം മോളെ. അടുത്തതായിട്ട് പിതൃവന്ദനത്തിനായി ശ്രീനന്ദന മോളെ ക്ഷണിക്കുന്നു. ജയശങ്കര. അഖിലാന പരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മദ്ഗുരോ നാഥ ജനകായ നമോസ്തുതേ. ജയശങ്കര. ജയശങ്കര, വളരെ സന്തോഷം മോളെ. ഇന്ന് നമ്മൾ കൊടുത്തിരിക്കുന്ന അറിയിപ്പില് പറഞ്ഞിരിക്കുന്ന കഴിഞ്ഞ മാസം നമുക്ക് തിരുവോണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐതിഹ്യമായിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. അപ്പം തിരുവോണവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഐതിഹ്യങ്ങൾ നമ്മളെല്ലാം കൂടെ ചർച്ച ചെയ്തല്ലോ. ആ ചിന്തിച്ച കാര്യങ്ങളെ കുറിച്ച് ഒരു 15 ചോദ്യം ഇട്ടിരുന്നു. അതിനകത്ത് ഇന്ന് ഞാൻ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ? ആരെങ്കിലും ഉത്തരം പറയണേ. പറയാമോ? പറയാമെങ്കിൽ ഞാൻ ഒന്ന് ചോദിക്കാം. എന്തു പറയുന്നു? അതോ എന്തോ ചോദിക്കട്ടെ? അറിയാവുന്നവരെ ഓൺ ചെയ്തിട്ട് പറയണം. ശ്രീമദ് ഭാഗവതത്തിലെ ഏത് സ്കന്ധത്തിലാണ് ഭഗവാൻ വാമനമൂർത്തിയായി അവതരിക്കുന്ന ഭാഗമുള്ളത്? അഷ്ടമസ്കന്ധത്തിൽ. വളരെ ശരിയായ ഉത്തരമാണ്.
രണ്ടാമത്തെ ചോദ്യം, ദേവാസുര യുദ്ധം നടന്നപ്പോൾ ദേവേന്ദ്രൻ വധിച്ച അസുരൻ ആരായിരുന്നു? ഇന്ദ്രസേനൻ. വളരെ ശരിയാണ്, വളരെ ശരിയാണ്. അടുത്തതായിട്ട്, അസുരന്മാരുടെ ഗുരു ആരാണ്? ശുക്രാചാര്യർ. ഉത്തരം ശരിയാണ്. ശുക്രാചാര്യര് മരിച്ചുപോയ ഇന്ദ്രസേന മഹാരാജ അസുര ചക്രവർത്തിയെ പുനരുജ്ജീവിപ്പിച്ച ഒരു മന്ത്രമുണ്ട്. ഏതായിരുന്നു? മൃതസഞ്ജീവനി. ശരിയായ ഉത്തരമാണ്. അടുത്തതായി, ശുക്രാചാര്യരുടെ നേതൃത്വത്തിൽ ഇന്ദ്രസേന മഹാരാജാവ് 100 യാഗം നടത്തി. 100ാമത്തെ യാഗത്തിന്റെ പേരെന്തായിരുന്നു? വിശ്വജിത്ത്. വളരെ ശരിയായ ഉത്തരം, വളരെ ശരിയായ ഉത്തരം. വിശ്വജിത്ത് എന്ന യാഗം. വിശ്വജിത്ത് എന്ന യാഗം എവിടെ ആയിരുന്നു നടത്തിയത്? സ്ഥലം എവിടെ വെച്ചായിരുന്നു? ഗുജറാത്തിലെ വടക്കേ ഭാഗത്തുള്ള കച്ചിൽ. അതെ, വളരെ ശരിയായ ഉത്തരമാണ്. അടുത്തത്, ഭഗവാൻ വാമനമൂർത്തിയുടെ മാതാപിതാക്കൾ ആരൊക്കെയായിരുന്നു? അദിതി ദേവി, കശ്യപ പ്രജാപതി. വളരെ ശരിയായ ഉത്തരമാണ്. അദിതി ദേവി ഭഗവാൻ പുത്രനായി അവതരിക്കണം, തനിക്ക് മകനായി പിറക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ദേവന്മാരുടെ രക്ഷയ്ക്കായി ഭഗവാൻ അവതരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കശ്യപൻ പറഞ്ഞത് അനുസരിച്ചെടുത്ത വ്രതം, ഉപാസന ഏത് വ്രതമായിരുന്നു എടുത്തത്? വളരെ ശരിയായ ഉത്തരം, വളരെ ശരിയായ ഉത്തരമാണ്. അടുത്തത്, ഭഗവാൻ വാമനമൂർത്തി അവതരിച്ചത് ഏത് നക്ഷത്രത്തിലാണ്? ഏത് മാസം, ഏത് നക്ഷത്രം? തിരുവോണമാണ്. ഏത് മാസമായിരുന്നു? ചിങ്ങമാസം. വളരെ ശരിയാണ്. ഭഗവാൻ വാമനമൂർത്തി നേരെ ആ വിശ്വജിത്ത് എന്ന യാഗം നടക്കുന്ന സ്ഥലത്ത് ചെന്ന് ഇന്ദ്രസേനൻ എന്ന മഹാബലിയോട് എന്താണ് യാചിച്ചത്? 3 അടി ഭൂമി. വളരെ ശരിയാണ്, വളരെ ശരിയാണ്. അടുത്തതായിട്ട്, മഹാബലിയുടെ ഭാര്യയുടെ പേര്? വിന്ധ്യാവലി. മഹാബലിയെ അനുഗ്രഹിച്ച് പാദസ്പർശത്താൽ, പണ്ട് ശ്രീരാമചന്ദ്ര പ്രഭു അഹല്യയെ പാദസ്പർശത്താൽ ശാപമോക്ഷം കൊടുത്ത് അനുഗ്രഹിച്ചതുപോലെ ഭഗവാൻ വാമനമൂർത്തി ഇന്ദ്രസേനൻ എന്ന അസുര ചക്രവർത്തിയെ പാദസ്പർശത്താൽ അനുഗ്രഹിച്ച് എങ്ങോട്ടാണ് യാത്രയാക്കിയത്? സുതലത്തിലേക്ക്. സുതലം എന്ന ലോകത്തേക്ക്. അടുത്തത്, സുതലത്തിൽ ആരാണ് അവിടെ കാവൽ നിൽക്കുന്നത്? സർവരക്ഷയും ചെയ്തുകൊണ്ട് മഹാവിഷ്ണു, ഗദാവാണിയായ മഹാവിഷ്ണു. അതുപോലെ ഇനി ഒരു ചോദ്യം കൂടെ ഉള്ളൂ. ചിങ്ങമാസത്തിലെ തിരുവോണത്തിന്റെ പ്രത്യേകത എന്താണ്? എന്തിനാണ് നമ്മൾ തിരുവോണം ആഘോഷിക്കുന്നത്? വാമന ജയന്തി. വളരെ ശരിയായ ഉത്തരമാണ്. എല്ലാവർക്കും എനിക്ക് വളരെ സന്തോഷമായി. എല്ലാരും ഉത്തരം പറഞ്ഞതില് നമുക്ക് മഹാബലിയെ കുറിച്ച് ഏകദേശം ഐതിഹ്യം, വാമനനെ കുറിച്ചും ഓണത്തിനെ കുറിച്ചും ഒക്കെ ഒരു ചെറിയ ഒരു അറിവ് നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ. വളരെ സന്തോഷം. അപ്പൊ ഇന്നലെ വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്താണ് ആഘോഷിച്ചത്? നവരാത്രി. വളരെ സന്തോഷം. നമുക്കപ്പൊ നവരാത്രിയെ കുറിച്ച് ഇന്നൊന്ന് ചിന്തിച്ചാലോ? ഓക്കെ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ആ സർവമംഗളങ്ങളും നൽകുന്ന ദേവിയുടെ 9 ദിവസത്തെ വ്രതമായിരുന്നു നമ്മൾ എടുത്തത്. അപ്പം
ഈ നവരാത്രി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? എന്താണ് നവരാത്രിയുടെ പ്രത്യേകത? നവരാത്രിയിൽ ആരെയാണ് ഉപാസിക്കുന്നത്? ദേവിയെ. ദേവി. അതെ. നമ്മുടെ പിന്നെ ശിവരാത്രി എന്ന് പറഞ്ഞ ഒരു ദിവസമേ ഉള്ളൂ. ജന്മാഷ്ടമി വ്രതം എടുക്കുന്ന ഒരു ദിവസമേ ഉള്ളൂ. അതുപോലെ കുറെ നമുക്ക് ആഘോഷങ്ങളുണ്ട്. പക്ഷെ അവയൊക്കെ ഒരു ദിവസത്തെ മാത്രമുള്ള ആഘോഷങ്ങളായില്ലയോ? എന്നാല് ഏകാദശി എടുക്കുന്നുണ്ട്. ഇന്ന് പ്രദോഷം വ്രതം എടുക്കുന്നവരുണ്ട്, ഏകാദശി വ്രതം എടുക്കുന്നവരുണ്ട്, പൗർണമി വ്രതം എടുക്കുന്നവരുണ്ട്, ഇങ്ങനെയൊക്കെ. പക്ഷെ അതൊക്കെ ഒരു ദിവസത്തെ വ്രതം. പക്ഷെ നവരാത്രി എന്ന് പറയുമ്പോൾ 9 ദിവസത്തെ വ്രതമാണ് നമ്മൾ എടുക്കുന്നത്. 9 ദിവസം വ്രതമെടുത്ത് ആസന ആരോടുകൂടി? ദേവിയോടുകൂടി ഇരിക്കുന്ന ദിവസങ്ങളാണ്. അപ്പൊ ദേവിയുടെ 9 ഭാവങ്ങളെയാണ് നമ്മൾ 9 ദിവസങ്ങളായിട്ട് ആരാധിക്കുന്നത്. അപ്പൊ അതേതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ദിവസം നമ്മള് ആരെയാണ്? അപ്പൊ ഇത് നമ്മൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ എന്തും ഓർമ്മയിൽ നിൽക്കാനായിട്ടുള്ള ഒരു എളുപ്പമാർഗം പറയാം. ഒരു കൊച്ചു മോള് ജനിച്ച് കുഞ്ഞായിട്ടിരിക്കുമ്പോൾ മുതല് ഒരു മുത്തശ്ശിയമ്മയാകുന്നത് വരെ ഉള്ള ഭാവങ്ങളാണ് 9 ഭാവങ്ങൾ. അപ്പൊ നമ്മള് ആ ലെവലിൽ പഠിച്ചു പോകാമെങ്കിൽ പെട്ടെന്ന് നമുക്കിത് പഠിച്ചെടുക്കാൻ പറ്റും. ശ്രീദേവി മാഹാത്മ്യത്തില് അതിൽ ഒരൊറ്റ ശ്ലോകം കൊണ്ട് അത് പറയുന്നുണ്ട്. പ്രഥമം ശൈലപുത്രീതി, ദ്വിതീയം ബ്രഹ്മചാരിണി, തൃതീയം ചന്ദ്രഖണ്ഡേതി, കൂഷ്മാണ്ഡേതി ചതുർത്ഥകം, പഞ്ചമം സ്കന്ദമാതേതി, ഷഷ്ടം കാത്യായനീതി ച, സപ്തമം കാളരാത്രീതി, മഹാഗൗരീതി ചാഷ്ടമം, നവമം സിദ്ധിദാ പ്രോക്ത, നവദുർഗാ പ്രകീർത്തിത എന്നിങ്ങനെ 9 ദേവിമാരുടെയും കാര്യങ്ങളും അവരുടെ ആയുധങ്ങള് ഒക്കെ ദേവി മാഹാത്മ്യത്തിൽ നാരായണി കവചത്തില് പ്രതിപാദിക്കുന്നുണ്ട്. നമ്മൾ ആ ദേവിമാരെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ദിവസം നമ്മൾ ആരാധിക്കുന്ന ദേവീഭാവം ശൈലപുത്രി. പ്രഥമം ശൈലപുത്രീതി എന്ന് പറഞ്ഞല്ലോ. ശൈലപുത്രി. ശൈലം എന്ന് പറഞ്ഞാൽ എന്തുവാ? എല്ലാരും മ്യൂട്ടൊന്നും ആക്കരുത്, എല്ലാം ഓണാക്കിയിട്ട് അറിയാവുന്ന കാര്യം പറയണേ. ശൈലം എന്ന് പറഞ്ഞാല് ശിവന്റെ കൈലാസം. ശൈലം എന്ന് പറഞ്ഞാല് പർവ്വതം. ഹിമവാന്റെ മകളായിട്ട്, ഹിമവാൻ എന്ന വലിയ ശൈലത്തിന്റെ പുത്രിയായി ജനിച്ച ശൈലപുത്രി ഭാവത്തിലാണ്. കൊച്ചു കുഞ്ഞ ആ ഭാവമാണ് ഒന്നാമത്തെ ദിവസം. ഒന്നാമത്തെ ദിവസം കുഞ്ഞുമോള്. ആ കുഞ്ഞുമോളെ, കൊച്ചു കുഞ്ഞുങ്ങളുടെ മുഖത്ത് എന്താണ് ഉള്ളത്? എപ്പോഴും നിഷ്കളങ്കതയായിരിക്കും, അല്ലയോ? അവർക്ക് കള്ളത്തരമില്ല, ചതിയില്ല, വഞ്ചനയില്ല, ഒന്നുമില്ല. അതുകൊണ്ട് നിഷ്കളങ്കതയുടെ, വിശുദ്ധിയുടെ, നൈർമല്യത്തിന്റെ ദേവീഭാവമാണ് കുഞ്ഞുമകളായ ശൈലപുത്രി. അപ്പൊ ഈ ദേവിയുടെ കയ്യില് 2 കൈകളുണ്ട്. ഒരു കൈയിൽ എന്താണ്? താമരപ്പൂവും മറുകൈയിൽ ശൂലവുമായിട്ട് ബാലസ്വരൂപിണിയായിട്ടാണ് ഒന്നാമത്തെ ദിവസമായ ശൈലപുത്രി നമ്മൾ ആരാധിക്കേണ്ടത്. ഇനി ഷഡാചാര ചക്രത്തിലെ ഒന്നാമത്തെ ചക്രമായ മൂലാധാരത്തെയാണ് ദേവി പ്രതിനിധീകരിക്കുന്നത്. എന്ന് വെച്ചാല് മൂലാധാരം എന്ന് പറഞ്ഞ അടിസ്ഥാനം. അതായത് ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അടിസ്ഥാനം നമ്മുടെ ശരിയായിരിക്കണം. അതായത് നമ്മളിപ്പം പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ അക്ഷരങ്ങൾ അറിയാൻ വയ്യ. അക്ഷരമാണല്ലോ അടിസ്ഥാനം. അക്ഷരങ്ങൾ ക്ലിയർ ആയിട്ട് അറിയാൻ വയ്യാത്ത ഒരാൾക്ക് ഭാഷ പഠിക്കാൻ പറ്റുമോ? വാക്കുകൾ പഠിക്കാൻ പറ്റുമോ? അക്ഷരങ്ങളൊന്നും അറിഞ്ഞൂടാ. മലയാള അക്ഷരങ്ങൾ അറിയത്തില്ല. ഭാഷയോ വല്ലതും പഠിക്കാൻ പറ്റുകയില്ല. അപ്പം ഏത് കാര്യം അറിഞ്ഞിരിക്കണമെങ്കിലും അടിസ്ഥാനം ക്ലിയർ ആയിരിക്കണം. എന്നാലേ നമുക്ക് അതിൽ നിന്ന് മുകളിലോട്ട് ജീവിത വിജയം നേടാൻ പറ്റൂ. അതാണ് ശൈലപുത്രിയുടെ ഭാവം. നമുക്ക് അതിനൊക്കെ ഓരോ ദിവസവും ചൊല്ലേണ്ടതായ കീർത്തനങ്ങളുണ്ട്. നമ്മൾ അതെല്ലാം കൂടെ ചർച്ച ചെയ്യുന്നില്ല. അപ്പം ഒന്നാമത്തെ ദിവസം ബാലഭാവത്തിലുള്ള ശൈലപുത്രി ഭാവമാണ്. കൊച്ചു നിഷ്കളങ്കമായ ബാലസ്വരൂപിയാണ്. അത് നിങ്ങൾക്ക് ഓർക്കാമല്ലോ ഇത്രയും. രണ്ടാമത്തെ ദിവസം ബ്രഹ്മചാരിണീ ഭാവം.
നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, കൊച്ചു കുഞ്ഞ് വളർന്ന് ഒരു 3 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മൾ കുഞ്ഞിനെ എന്ത് ചെയ്യും? അക്ഷരം എഴുതിപ്പിക്കും, ഇല്ലയോ? ഇപ്പൊ നവരാത്രിക്ക് എത്രയോ പേര് വിദ്യാരംഭം കുറിച്ചു. ബ്രഹ്മചര്യ ഘട്ടം എന്ന് പറഞ്ഞാല് വിദ്യാഭ്യാസത്തിനുള്ള സമയം. കൊച്ചു കുഞ്ഞ് കുറച്ച് വളർന്നു കഴിയുമ്പോൾ വിദ്യാഭ്യാസത്തിന് അയക്കുന്നു. അതാണ് ബ്രഹ്മചാരിണീ ഭാവം. അപ്പം ബാല്യഭാവം കഴിഞ്ഞ് പിന്നെ വിദ്യാഭ്യാസത്തിനുള്ള ബ്രഹ്മചാരിണീ ഭാവം. അപ്പം ഈ ബ്രഹ്മചാരിണീ ഭാവത്തില് ജ്ഞാനമുദ്ര, കമണ്ഡലു, അക്ഷമാല ഇതൊക്കെയാണ് ദേവിയുടെ കയ്യിലുള്ളത്. സാത്വിക ഭാവത്തില് ജ്ഞാനസ്വരൂപിണിയായിട്ടാണ് ബ്രഹ്മചാരിണി ഇരിക്കുന്നത്. നമ്മള് ദേവി മാഹാത്മ്യത്തില് യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ എന്ന് പറയുന്നുണ്ട്. അതുപോലെ യാ ദേവി സർവഭൂതേഷു മേധാരൂപേണ സംസ്ഥിത, അതുപോലെ യാ ദേവി സർവഭൂതേഷു സ്മൃതിരൂപേണ സംസ്ഥിത, യാ ദേവി സർവഭൂതേഷു വാണിരൂപേണ സംസ്ഥിത. ഇതൊക്കെ നമുക്ക് വിദ്യാഭ്യാസത്തെ കുറിക്കുന്നതാ. സ്മൃതി, ഓർമ്മയുണ്ടായിരിക്കണം നമ്മൾ പഠിക്കുന്നത്. ബുദ്ധിരൂപേണ സംസ്ഥിത, ബുദ്ധി ഉണ്ടായിരിക്കണം. നമ്മളിലൊക്കെ കുടികൊള്ളുന്ന ആ ദേവീഭാവം ബുദ്ധിയെ നമുക്ക് നന്നെങ്കിൽ മാത്രമേ നമുക്ക് നന്നായി പഠിക്കാൻ പറ്റുകയുള്ളൂ. അതുപോലെ മേധ എന്ന് പറഞ്ഞാൽ ധിഷണയാണ്, ബുദ്ധിയിലും കവിഞ്ഞ ഒരു ഭാവമാണ്. അതും നമുക്കുണ്ടായിരിക്കണം. സ്മൃതി, പഠിച്ചതൊക്കെ ഓർമ്മയിലുണ്ടായിരിക്കണം. ഇതിനൊക്കെ ആ ദേവി നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി ആ ദേവിയുടെ ബ്രഹ്മചാരിണീ ഭാവ. അതുപോലെ ദേവിയുടെ കയ്യിൽ അക്ഷമാലയൊക്കെ ഉണ്ട്. അത് സൂചിപ്പിക്കുന്നത് വിദ്യയാണ്. നമുക്കറിയാം, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. ശ്രദ്ധയുള്ളവർക്കേ അറിവ്, ജ്ഞാനം കിട്ടത്തുള്ളൂ. നമ്മൾ പഠിക്കാനിരിക്കുമ്പം വളരെ ശ്രദ്ധയോടിരുന്നാൽ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാം. ശ്രദ്ധയോടെ, ഏകാഗ്രതയോടെ ഒരു തപസ്സായിട്ട് അത് എടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അതേസമയം ആരെങ്കിലും പറഞ്ഞിട്ട് പഠിക്കാൻ വന്നിരുന്നാല് നമുക്ക് ഏകാഗ്രതയില്ല, ശ്രദ്ധയില്ല, പഠിക്കുന്നതൊന്നും നമ്മുടെ മനസ്സിലോട്ട് കയറുന്നുമില്ല. അല്ലയോ? നിങ്ങൾക്കൊക്കെ അനുഭവമുള്ള കാര്യമില്ലയോ? അതുപോലെ ഇവിടെ ബ്രഹ്മചാരിണിയെ പ്രാർത്ഥിക്കുമ്പോൾ ഈ 2ാമത്തെ ചക്രമായ സ്വാധിഷ്ഠാന ചക്രവുമായിട്ടാണ് ദേവിയെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. നമ്മളെ സൂചിപ്പിക്കുന്നത് ഈ ഭാവത്തിലുള്ള ദേവീഭാവത്തിൽ നമ്മൾ ദേവിയെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എല്ലാവിധ സ്കൂളിലെ പഠിത്തം തന്നെയല്ല, പലതരം, നിങ്ങളിൽ ഓരോരുത്തർക്കും എനിക്കറിയാം നൃത്തം ചെയ്യുന്നവരുണ്ട്, സംഗീതം അഭ്യസിക്കുന്നവരുണ്ട്, അക്ഷരശ്ലോകം പഠിക്കുന്നവരുണ്ട്, പലവിധ കലകൾ സ്വായത്തമാക്കിയവരുണ്ട്, വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട്, തിരുവാതിര കളിക്കുന്നവരുണ്ട്. ഇങ്ങനെ പല വിധത്തിലുള്ള കലകളും അറിയാവുന്നവരാണ് കുഞ്ഞുങ്ങൾ ഇവിടെ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പൊ ഈ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള അറിവും നേടുന്നതിന് ഈ ബ്രഹ്മചാരിണി അക്ഷമാല ധരിച്ചുകൊണ്ടിരിക്കുന്നതായ ജ്ഞാനസ്വരൂപിണിയായ 2ാമത്തെ ദിവസത്തെ ബ്രഹ്മചാരിണി ഭാവത്തെ നമ്മൾ പ്രാർത്ഥിക്കണം. 2ാമത്. അപ്പൊ അങ്ങനെ ബ്രഹ്മചാരിണി ഭാവമായി വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാധാരണ എന്താണ് ചെയ്യുന്നത്? വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു 10-25 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ എന്തോ ചെയ്യും? പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചയക്കും. അതുകൊണ്ട് 3ാമത്തെ ഭാവം ചന്ദ്രഖണ്ഡ, ചന്ദ്രനെ ശിരസിൽ ധരിച്ചിരിക്കുന്നു. അപ്പൊ ആരുമായിട്ടായിരിക്കും ഈ ദേവി ചേർന്നത്? ശിവൻ. വളരെ ശരി, നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടെന്നുള്ളത് എനിക്ക് വളരെ സന്തോഷം തരുന്നുണ്ട്. അപ്പം ശിവശക്തി സ്വരൂപമായ ആ ഭാവമാണ് ചന്ദ്രഖണ്ഡ എന്ന സ്വരൂപിണി. ഗൃഹസ്ഥാശ്രമിയായി, കുടുംബിനിയായി, വിദ്യാഭ്യാസമൊക്കെ ബാലസ്വരൂപം കഴിഞ്ഞു, വിദ്യാഭ്യാസത്തിനുള്ള ബ്രഹ്മചാരിണി ഭാവം കഴിഞ്ഞു. ഇപ്പന്തേ കുടുംബിനിയായിട്ട് ശിവന്റെ പത്നിയായിട്ട് ഇരിക്കുന്ന ആ ഭാവമാണ് ചന്ദ്രഖണ്ഡ. ജ്ഞാനമുദ്ര, താമരപ്പൂവ്, അഭയമുദ്ര, വാൾ, ഗദ, ശൂലം, ജപമാല, കമണ്ഡലു, മുസലം, തോമരം, കേടകം എന്നൊക്കെയുള്ള ആയുധങ്ങളെല്ലാം 10 കൈകളിൽ വഹിച്ചുകൊണ്ട് ഭഗവാൻ ശിവനോടൊപ്പം 3ാമത്തെ തൃക്കണ്ണും ധരിച്ച് ചന്ദ്രക്കലയും ചൂടിയ ആ ഭാവമാണ് ശക്തി സ്വരൂപിണിയായ ദേവിയുടെ ഈ ഭാവം. പുലിയാണ് ദേവിയുടെ വാഹനം. ഈ ശക്തി സ്വരൂപിണി ആയ ഭഗവതി
കുടുംബനാഥയായി കഴിഞ്ഞപ്പോ വാക്ക്, മനസ്സ്, ചിന്തകൾ ഇവയൊക്കെ സംയമനം ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ശക്തി നമുക്ക് തരുന്ന ദേവീഭാവമാണ് ചന്ദ്രഖണ്ഡാഭാവം. ഇനി 4ാമത്, വിവാഹമൊക്കെ കഴിഞ്ഞ് അവരങ്ങനെ താമസിക്കുമ്പം സ്വാഭാവികമായിട്ട് അവർക്ക് എന്ത് സംഭവിക്കും? ഒരു കുഞ്ഞുണ്ടാവാം, ഇല്ലേ? അതാണ് അടുത്ത ഭാവം, കൂഷ്മാണ്ഡ. ദേവിയുടെ അടുത്ത ഭാവം, 4ാമത്തെ ഭാവം കൂഷ്മാണ്ഡ. അതിൽ തന്നെ ഉണ്ട്, അണ്ഡത്തെ ഉള്ളിൽ വഹിച്ചിരിക്കുന്ന ഭാവമാണ് ദേവിയുടെ. ഇവിടെ പ്രപഞ്ചമാകുന്ന സർവ്വതും ദേവി തൻ്റെ ഉദരത്തിൽ വഹിക്കുന്നു. അങ്ങനെ സൃഷ്ടി സ്വരൂപിണിയായ ദേവിയുടെ ഭാവമാണ് കൂഷ്മാണ്ഡ. അഷ്ടഭുജങ്ങളാണ് ദേവിക്കുള്ളത്. താമര, കമണ്ഡലു, അമൃതകലശം, ഗദ, ചക്രം, അക്ഷമാല, ജ്ഞാനമുദ്ര, അഭയമുദ്ര എന്നിവയൊക്കെ ധരിച്ചുകൊണ്ട് കുടുംബകാര്യങ്ങളൊക്കെ കൂടെ നോക്കി നമ്മുടെ മനസ്സില് പലവിധ കാര്യങ്ങൾ ഒന്നിച്ചു ചെയ്യാനുള്ള ശേഷി നമുക്ക് തന്നുകൊണ്ട് ക്രിയാശക്തി സ്വരൂപിണിയായി ഈ ഭാവത്തിൽ ദേവി വിരാജിക്കുന്നു. ഇത് 4ാമത്തെ ചക്രമായ അനാഹത ചക്രവുമായി ദേവി ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ കുഞ്ഞിനെ വയറ്റിൽ വഹിച്ചിരിക്കുന്ന ആള് പിന്നെന്തുവാകും? അടുത്ത ഘട്ടം 5ാമത് അമ്മയാകും. വളരെ ശരി, മിടുക്കി. ആ ഭാവമാണ് 5ാമത്തെ ദിവസം സ്കന്ദമാതാ. ഇപ്പം ബാലസ്വരൂപിണിയായിരുന്നു, പിന്നെ വിദ്യാഭ്യാസത്തിന് പോയി ബ്രഹ്മചാരിണിയായി, പിന്നാരായി? വിവാഹം കഴിച്ച് ചന്ദ്രഖണ്ഡയായി, പിന്നെ ഗർഭിണിയായിട്ട് കൂഷ്മാണ്ഡയായി, ഇപ്പതേ സ്കന്ദമാതാ അമ്മയായി. സ്കന്ദൻ സുബ്രഹ്മണ്യൻ. സുബ്രഹ്മണ്യനെ മടിയിൽ വെച്ചുകൊണ്ട്, തൻ്റെ പുത്രനെ മടിയിൽ വെച്ചുകൊണ്ട് ജ്ഞാനമുദ്രയും വരമുദ്രയും ഒക്കെ ആയിക്കൊണ്ട് സന്തോഷമായിട്ടിരിക്കുന്ന മാതൃവാത്സല്യത്തിന്റെ ഉത്തമ ഭാവമാണ് ആരെ? സ്കന്ദമാതാ, 5ാമത്തെ ഭാവം. ഒരമ്മയുടെ സ്വഭാവം എന്തായിരിക്കും? കൂടുതലായിട്ട് വാത്സല്യമായിരിക്കും, പുത്രരോടുള്ള വാത്സല്യം. ഇവിടെയും വാത്സല്യ സ്വരൂപിണിയായിട്ട് മാതൃവാത്സല്യം ചൊരിഞ്ഞുകൊണ്ട് സർവജീവജാലങ്ങളുടെയും ലോകമാതാവായിക്കൊണ്ട് വിരാജിക്കുന്ന സ്കന്ദമാതാഭാവമാണ് ഇവിടെ ഉള്ളത്. അപ്പം ഈ സ്കന്ദമാതാവിനെ ഭജിക്കുമ്പോൾ നമ്മുടെ മനസ്സിലും അതുപോലെ ഓരോ ഭാവങ്ങളും ഏത് ദിവസം നമ്മൾ ഏത് രൂപത്തിൽ ഭജിക്കുന്നോ ആ ഭാവങ്ങളും നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പൊ സ്കന്ദമാതാവിനെ ഭജിക്കുമ്പോൾ 5ാമത്തെ ദിവസം നമ്മൾ സ്കന്ദമാതാവിനെ ഭജിക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ആ ദയ, കരുണ, മറ്റുള്ളവരോട്, ആലംബഹീനരോട്, പ്രായമായവരോട്, കൊച്ചു കുഞ്ഞുങ്ങളോട് ഒക്കെയുള്ള സ്നേഹം, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ കുറേശ്ശെയായിട്ട് വളർത്തിയെടുക്കണം. പിന്നീട് 6ാമത്തെ ദിവസമാണ്. 6ാമത്തെ ദിവസം അമ്മയായി ഇനിയും വരുന്നത് കുറച്ചുകൂടെ മധ്യവയസ്കയായ പ്രൗഢയായ ഒരമ്മയുടെ ഭാവമാണ് കാത്യായനി ദേവി. കാത്യായനി ദേവിയെയാണ് 6ാമത്തെ ദിവസം നമ്മൾ ഭജിക്കുന്നത്. ഇത് കാത്യായന മഹർഷിക്കും ഹേമയ്ക്കും മക്കളില്ലായിരുന്നു. അപ്പം അവര് ഭഗവതിയെ പ്രാർത്ഥിച്ച് ഭഗവതി തന്നെ അവർക്ക് മകളായി പിറന്നത് കൊണ്ടാണ് കാത്യായന മഹർഷിക്ക് ജനിച്ചുകൊണ്ടാണ് കാത്യായനി ദേവി എന്ന 6ാമത്തെ ഭാവത്തിലുള്ള ദേവിയെ നമ്മൾ ഭജിക്കുന്നത്. ഇത് ചന്ദ്രക്കലയൊക്കെ ധരിച്ച് 3 തൃക്കണ്ണുകളോടെയും പിന്നെ താമരപ്പൂവ്, അഭയമുദ്ര, ജ്ഞാനമുദ്ര, പിന്നെ ചന്ദ്രഹാസം എന്ന വാള് ഒക്കെ ധരിച്ചുകൊണ്ടാണ് ദേവി ഇരിക്കുന്നത്. ഈ സമയത്ത് വരുമ്പോ ദേവിക്ക് ഇതുവരെ നമ്മൾ കണ്ടത് സാത്വിക മൂർത്തിയായിട്ടുള്ള ദേവിമാരെയായിരുന്നു. നിഷ്കളങ്ക സ്വഭാവമായ സാത്വിക ഭാവം മാത്രമുള്ള ആദ്യത്തെ ശൈലപുത്രി, സാത്വിക ഭാവത്തിലുള്ള ബ്രഹ്മചാരിണി, സാത്വിക ഭാവത്തിലുള്ള ചന്ദ്രഖണ്ഡ, പിന്നെ കൂഷ്മാണ്ഡ, അത് കഴിഞ്ഞ് സ്കന്ദമാത. ഇപ്പൊ ദേ കാത്യായനി മാതാവായപ്പോഴത്തേക്ക് കുറച്ച് രാജസ്വഭാവം ഒക്കെ വന്നു. രാജസ്വഭാവം വേണ്ടായോ? കർമ്മങ്ങളൊക്കെ ജോലികളൊക്കെ ചെയ്യണമെങ്കിൽ
ജോലികളൊക്കെ ചെയ്യണമെങ്കിൽ, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ രാജസഭാവം നമ്മളിൽ ഉണ്ടാവണം. സാത്വികഭാവം മാത്രം പോരാ. അപ്പൊ ആ രാജസഭാവം കൂടെ ചേർന്ന, സാത്വികഭാവമാണ് കൂടുതല്, രാജസഭാവം കൂടെ ചേർന്ന ഭാവമാണ് കാർത്യായനി ദേവിയുടെ 6ാമത്തെ ദിവസത്തെ ഭാവം. എന്ന് വെച്ചാല് ദേവിയുടെ കയ്യിലുള്ളത് എന്താണ്? ചന്ദ്രഹാസം എന്ന വെട്ടിത്തിളങ്ങുന്ന വാളാണ്. എന്തിനാണ് വാള്? വാള് ജ്ഞാനമാണ്. അജ്ഞാനത്തെ ഇല്ലാതാക്കി ജ്ഞാനത്തെ നമുക്ക് നൽകുന്ന ആ വാളാണ് ദേവി പിടിച്ചിരിക്കുന്നത്. അതായത് ഏത് സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും, ഏതൊക്കെ പ്രശ്നബാധിത സംഘർഷാവസ്ഥയിൽ കൂടി നമ്മൾക്ക് പോവേണ്ടതായിട്ട് വന്നാലും, നമ്മുടെ ജീവിതത്തില് സ്കൂളിലായാലും വീട്ടിലായാലും സമൂഹത്തിലായാലും എപ്പോഴും നമുക്ക് അനുകൂലമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും വന്നുകൊള്ളണമെന്നില്ല. അപ്പം പ്രതികൂലമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്കുണ്ടായാലും നമ്മൾ ബ്രഹ്മചാരിണി ഭാവത്തിൽ ആർജിച്ചെടുത്തതായ ജ്ഞാനം കൊണ്ട്, ആ ജ്ഞാനമാകുന്ന വാളുകൊണ്ട് ഈ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ നേരിടാൻ നമുക്ക് കഴിവുണ്ടായിരിക്കണം. അതാണ് കാർത്യായനി ദേവി നമുക്ക് തരുന്ന സന്ദേശം. അടുത്തത് 7ാമത്തെ ഭാവമായ കാളരാത്രി. 7ാമത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്നത് കാളരാത്രി. പറയുന്നത് പോലെ തന്നെ ഇച്ചിരി കടുപ്പമാണ്. ദേവിയുടെ താമസഭാവമാണ് കാളരാത്രി. എന്ന് വെച്ചാല് ഒരു 50-55 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് ബയോളജിക്കലായിട്ട് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഏതൊരു സ്ത്രീയിലും ഉണ്ടാകും. അപ്പൊ ആ ഭാവമൊക്കെ ആവുമ്പം ചിലപ്പോൾ അവരുടെ മനോനിലയിൽ ഇച്ചിരി മാറ്റങ്ങൾ വരും. എപ്പോഴും രാജസവും സാത്വികവും കൊണ്ടായിരിക്കുകയില്ല. ചിലപ്പം പെട്ടെന്ന് കോപം വരാം, പെട്ടെന്ന് സങ്കടം വരാം. ഇങ്ങനെയൊക്കെയുള്ള ഭാവങ്ങളൊക്കെ അവർക്കുണ്ടാകും. ആ ഭാവമാണ് ഇവിടെ കാളരാത്രി ദേവിക്കും. ഭയങ്കര രൗദ്ര സ്വരൂപിണിയാണ് കാളരാത്രി. അപ്പൊ കാളരാത്രി ഉണ്ടായതെന്ന് പറഞ്ഞാല് രക്തബീജൻ എന്ന് പറഞ്ഞൊരു അസുരൻ. ആ അസുരനെ ആർക്കും വധിക്കാൻ കഴിയത്തില്ല. കാരണം ഒരു രക്തത്തുള്ളി ഭൂമിയിൽ വീണാൽ, ഇപ്പൊ ഏതെങ്കിലും തരത്തിൽ വധിക്കാമെന്ന് വെച്ചാൽ, ഒരു രക്തത്തുള്ളി ഭൂമിയിൽ വീണാൽ ആ രക്തത്തുള്ളിയിൽ നിന്ന് വേറൊരു രക്തബീജൻ ഉണ്ടാവും. രക്തബീജനെ താടിക്കുന്നുണ്ട് ദേവി, അടി കൊടുക്കുന്നുണ്ട്. അടി കൊടുക്കുമ്പം അല്ലെ ശൂലം കൊണ്ടൊന്ന് കുത്തുന്നുണ്ട്. ശൂലം കൊണ്ട് കുത്തുമ്പോഴ് എന്തു പറ്റും? ശൂലം കൊണ്ട് കുത്തിയപ്പോ അസുരന്റെ ദേഹത്തു നിന്ന് രക്തത്തുള്ളികള്, ഒരു 100 കണക്കിന് രക്തത്തുള്ളികൾ താഴേക്ക് വീണു. ആ ഓരോ രക്തത്തുള്ളിയിൽ നിന്നും ധാരാളം രക്തബീജന്മാരെ ഉണ്ടായി. അപ്പം ദേവിക്ക് അവരെ കൊല്ലാൻ പറ്റാതെ വരും. കാരണം എത്ര രക്തത്തുള്ളികൾ താഴെ വീഴുന്നോ അത്രയും രക്തത്തുള്ളികള് അസുരന്മാരായിട്ട് ദേവിയോട് അടുത്ത് വരികയാണ്. ഈ സമയത്ത് ചണ്ഡികാദേവി ഭദ്രകാളിയെ വിളിച്ചിട്ട്, കാളരാത്രി നീ ചാമുണ്ടേ, നീ പോയി ഈ ഞാൻ ശൂലം കൊണ്ട് കുത്തുമ്പം വീഴുന്ന അസുരന്മാരെ എല്ലാം നീ ഭക്ഷിക്കുക, ഒപ്പം ഈ രക്തബീജന്റെ രക്തവും പാനം ചെയ്യുക എന്ന് പറയുന്നു. അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടത് കൊണ്ട് താമസഭാവത്തിലുള്ള ദേവീഭാവമാണ്. അങ്ങനെ രക്തബീജനെ രക്തമില്ലാതാക്കിയാണ് കാളരാത്രി എന്ന് പറയുന്ന ദേവി അവിടെ വധിക്കുന്നത്. ഇവിടെ അസുരൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ഈ ഒരു അസുരൻ ഇങ്ങനെ വന്ന് ആണോ? അല്ല. ഈ അസുരൻ എന്ന് പറഞ്ഞ 3ാമതൊരാളല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് പല പല ചിന്തകൾ. ഇവിടെ അസുരൻ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കേണ്ടത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന കോപം, മോഹം, ക്രോധം, ലോഭം തുടങ്ങിയ അഷ്ടരാഗങ്ങള്, കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യ ആദികളാകുന്ന അഷ്ടരാഗങ്ങളെ നല്ല പ്രയത്നം കൊണ്ട് മാത്രമേ നമുക്ക് ഇല്ലാതാക്കാനും. വേണം വേണം വേണം, അത് വേണം, ഇത് വേണം, അങ്ങനെ പോകണം, ഇങ്ങനെ ചെയ്യണം, മറ്റവരെ ജയിക്കണം, മറ്റവരോട് ദേഷ്യപ്പെട്ടു, ഇങ്ങനെയൊക്കെയുള്ള ഭാവങ്ങൾ നമ്മുടെ മനസ്സിൽ. കാരണം നല്ല ഭാവങ്ങൾ ഉണ്ടാവാന് എളുപ്പമാണ്. അതായത് ഇപ്പം ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ തോന്നുക, രാവിലെ നല്ല തണുപ്പൊക്കെ ആണെങ്കിൽ എഴുന്നേക്കണ്ടെന്ന് നമ്മുടെ മനസ്സ് പറയും. നല്ല സുഖമുണ്ട്, ഇന്ന് സ്കൂളിലും പോകണ്ട, നമുക്ക് കുറച്ചു നേരം കൂടി ഇവിടെ കിടക്കാം എന്ന് നമ്മുടെ മനസ്സ് പറയും. നമ്മുടെ ബുദ്ധി എന്ത് പറയും? അല്ല, നമ്മളെ ഡിസിപ്ലിൻ നമുക്ക് കൈവിടാൻ പാടില്ല. നമുക്ക് ദിവസം ഒരേ ഒരു ചിട്ട വേണം ജീവിതത്തിന്. അതുകൊണ്ട് ഇന്നായാലും 5:30 തന്നെ സ്കൂളിൽ പോകണ്ടാതിരുന്നോട്ടെ, തണുപ്പായിക്കോട്ടെ, എന്തായാലും അതൊന്നും ഒരു വിഷയമില്ല, നമുക്ക് രാവിലെ തന്നെ എഴുന്നേക്കണം, എന്നും എഴുന്നേക്കുന്ന പോലെ നമുക്ക് രാവിലെ എഴുന്നേക്കണം, നമ്മുടെ നിത്യകർമ്മങ്ങളൊക്കെ നമുക്ക് ചെയ്യണം എന്ന് പറയും. ഇതിലേത് നമ്മൾ കേൾക്കണം? ആസുര ശക്തിയാണ് നമ്മളോട് പറയുന്നത്, ഇവിടെ കിടന്നോ, ഇന്നിപ്പോ എഴുന്നേക്കണ്ട. അപ്പൊ ദൈവീക ശക്തി നമ്മളോട് എന്ത് പറയും?
അതല്ല എഴുന്നേക്കണമെന്ന്. ഈ ആസുര ശക്തിയെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ ചിന്തകളും നമ്മൾ എടുത്താൽ അറിയാം. ആരോടെങ്കിലും ദേഷ്യപ്പെടണമെന്ന് ഒരാൾ പറയും, മനസ്സിലിരുന്ന് ഒരാൾ പറയും ദേഷ്യപ്പെടാമെന്ന്, ഉടനെ അടുത്ത ആൾ പറയും ദേഷ്യപ്പെടണ്ടാന്ന്. അപ്പൊ ദൈവിക ശക്തിയും ആസുരിക ശക്തിയുമാണ്. ഇതിലെ ആസുര ശക്തിയെ നമുക്ക് ഇല്ലാതാക്കിക്കൊണ്ട് നമ്മുടെ മനസ്സിൽ ദൈവിക ശക്തിയെ ഉണർത്തണമെങ്കിൽ ഈ കാളരാത്രിയുടെ അനുഗ്രഹം നമുക്ക് വേണം. അതാണ് 7ാമത്തെ ദിവസം. അടുത്തതായിട്ട് അങ്ങനെ നമ്മുടെ മനസ്സിലെ ആലസ്യതയും തമോഭാവത്തെയും ഒക്കെ ഇല്ലാതാക്കുന്നത് ഈ കാളരാത്രി സ്വരൂപം തന്നെയാണ്. അടുത്തതായിട്ട് മഹാഗൗരി, ദുർഗാഷ്ടമിയുടെ അന്ന് നമ്മൾ ഭജിക്കുന്ന ദേവീഭാവമാണ് ഏത്? മഹാഗൗരി. അംബികാദേവിയുടെ ശാന്തമായ സ്വരൂപമാണ്. കഴിഞ്ഞ ദിവസം കാളരാത്രിയായിട്ട് രൗദ്രഭാവത്തിൽ വന്നെങ്കിലും ഇന്ന് മഹാഗൗരിയായിട്ട് വരുമ്പം സർവചരാചരങ്ങളുടെയും മുത്തശ്ശി ഭാവത്തിലാണ് ദേവിയെ ഇന്ന് നമ്മള് 8ാമത്തെ ദിവസം നമ്മൾ ആരാധിക്കുന്നത്. അത് സാത്വിക മൂർത്തിയാണ്. വെളുത്ത വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത്. വെളുത്ത കാളയുടെ പുറത്താണ് സഞ്ചരിക്കുന്നത്. വെളുത്ത പൂക്കൾ കൊണ്ടുള്ള മാലകളാണ് ധരിച്ചിരിക്കുന്നത്. അങ്ങനെ നല്ല ഒരു മുത്തശ്ശി അമ്മയുടെ ഭാവത്തിലാണ് നമ്മള് ആരെ കാണുന്നത്? മഹാഗൗരി. സർവാഭിഷ്ടദായിനിയാണ്. എല്ലാവരെയും അനുഗ്രഹിച്ച് ഒരു മുത്തശ്ശി എങ്ങനെയാണോ തന്റെ കൊച്ചുമക്കളോട് ഇടപെടുന്നത്, കൊച്ചുമക്കൾക്കൊക്കെ അറിയാം, ആ അമ്മമാരെക്കാട്ടിൽ കൂടുതൽ കരുതലോടെ സ്നേഹത്തോടെ നോക്കുന്നത് മുത്തശ്ശിയായിരിക്കും. കാരണം അമ്മയ്ക്ക് പലവിധ കാര്യങ്ങളുണ്ട്. എപ്പോഴും മക്കളുടെ കാര്യം നോക്കാൻ സമയം കിട്ടിയെന്ന് വരത്തില്ല. പക്ഷെ മുത്തശ്ശിമാരെ കുഞ്ഞുങ്ങൾക്ക് കഥയൊക്കെ പറഞ്ഞു തന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് വളരെ സ്നേഹത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആ ഭാവമാണ് 8ാം ദിവസം. ഇനിയും 9ാമത്തെ ദിവസം ആരാണ് ഭജിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. 9ാമത്തെ ദിവസം നമ്മൾ ഭജിക്കേണ്ടത് സിദ്ധിദാത്രി. നമുക്ക് ആ പേര് തന്നെ നമുക്ക് മനസ്സിലാവും. സിദ്ധിദാത്രി. സർവസിദ്ധികളെയും നമുക്ക് പ്രദാനം ചെയ്യുന്നതായ ദേവീഭാവമാണ് സിദ്ധിദാത്രി. അതായത് ആത്മീയമായ ഔന്നത്യമൊക്കെ നേടിക്കഴിഞ്ഞ് 10-70 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ ചെറുപ്പത്തിൽ 25 വയസ്സില് നമ്മുടെ ചിന്ത ഒരിക്കലുമല്ല, 4 വയസ്സിലെ 5 വയസ്സിലെയും ചിന്തകളല്ല, 10 വയസ്സിലെ ചിന്തയല്ല, 25ാമത്തെ വയസ്സില് ഒരേ കാര്യത്തെ തന്നെ നമ്മൾ 25 വയസ്സിൽ ചിന്തിച്ച പോലല്ല 50 വയസ്സിൽ ചിന്തിക്കുന്നത്. ഈ 50 വയസ്സിൽ ചിന്തിക്കുന്ന പോലല്ല 70 വയസ്സിൽ ചിന്തിക്കുന്നത്. ആ ആത്മീയമായിട്ടും പരിപക്വമായ ഒരു മനസ്സായിരിക്കും ആ പ്രായമാകുമ്പോഴത്തേക്ക്. ആ ഭാവത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു മുത്തശ്ശിയാണ് സിദ്ധിദാത്രി. ഈ സിദ്ധിദാത്രി ദേവി നമുക്ക് സകല കലകളെയും സകല വിദ്യകളെയും സകല ജ്ഞാനത്തെയും പ്രദാനം ചെയ്തുകൊണ്ട് സർവ ആഭിഷ്ടവരദായിനിയായിട്ട് വിരാജിക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള കാമക്രോധ ലോഭ മോഹാദികളെയൊക്കെ ഇല്ലാതാക്കി ഐശ്വര്യങ്ങളെ പ്രദാനം ചെയ്തുകൊണ്ട് ശ്രീകണ്ഠാർത്ഥ ശരീരണിയായിക്കൊണ്ട് ജ്ഞാനസ്വരൂപിണിയായിക്കൊണ്ട് ഇഷ്ടവരഫലങ്ങളെ നൽകിക്കൊണ്ട് സർവാഭിഷ്ടപ്രദായിനിയായിക്കൊണ്ട് വിരാജിക്കുന്ന ദേവീഭാവമാണ് സിദ്ധിദാത്രി എന്ന 9ാമത്തെ ദിവസത്തെ ഭാവം. അപ്പം നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ കഴിവിനെ, നമ്മുടെ സിദ്ധിയെ ഒക്കെ തെളിച്ചമുള്ളതാക്കിക്കൊണ്ട് ആ ദേവീഭാവം നമ്മളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈ പരമാത്മ ചൈതന്യത്തെ നമ്മൾ കുടികൊള്ളിക്കുന്നത്. പുറമേ നമുക്ക് ഒരു ദേവീരൂപം കണ്ടെങ്കിലല്ലേ സങ്കല്പിക്കാൻ പറ്റൂ. അല്ലാതെ നമുക്ക് ഒന്നുമില്ലാത്തതിനെ നമുക്ക് ദേവിയായിട്ട്, നമുക്കിപ്പോ ഒരു നിലവിളക്ക് കൊടുത്ത് വെച്ചാലും നമ്മൾ തൊഴും, ഇല്ലേ? സങ്കല്പമാ. അവിടെ ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ അങ്ങ് തൊഴുക. അമ്പലത്തിൽ ചെന്നാലും നമ്മള് ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് തൊഴും. അപ്പം എല്ലാം നമ്മുടെ മനസ്സിലെ സങ്കല്പങ്ങളാണ്. അപ്പൊ സങ്കല്പങ്ങള് സംശുദ്ധമാവാൻ വേണ്ടി നമ്മള് ഈ ശക്തി ഉപാസന എല്ലാ ഭാവങ്ങളിലുമുള്ള ഈ 9 ഭാവങ്ങളിലുമുള്ള ദേവിമാരെ 9 ദിവസങ്ങളായിട്ട് ആരാധിച്ച് നമ്മുടെ മനസ്സിനെ പരിപക്വമാക്കി തീർക്കേണ്ടത് നമ്മുടെ ഇനിയുള്ള ഒരു വർഷത്തേക്ക് നമുക്ക് ഊർജം തരും, ആനന്ദത്തെ തരും. അതിനു വേണ്ടിയാണ് നമ്മുടെ നവരാത്രി തീർച്ചയായിട്ടും മറ്റുള്ള വ്രതങ്ങളെക്കാൾ
100% പ്രയോജനം ചെയ്ത് തരുന്നതാണ്, സർവാഭിഷ്ട സിദ്ധിയാണെന്ന് ദേവി മാഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. മോക്ഷത്തെ വരെ, ധർമാർത്ഥ കാമ മോക്ഷത്തെ പ്രദാനം ചെയ്യാൻ ഈ ശക്തി ഉപാസന ഒന്നുകൊണ്ട് മാത്രം കഴിയും. നമ്മുടെ എല്ലാ സിദ്ധികളും, നമ്മുടെ ഉള്ളിലൊക്കെ ചെറിയ ചെറിയ കഴിവുകളുണ്ട്, പക്ഷെ നമുക്ക് പോലും മനസ്സിലാവുന്നില്ല നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ടെന്ന്. ഈ ശക്തി ഉപാസന കൊണ്ട് നമ്മളിലുള്ള കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരാനും അതിൽ കൂടി നമുക്ക് വിജയം നേടാനും, നമ്മുടെയൊക്കെ ഉദ്ദേശം ജീവിത വിജയം നേടുക. എന്താണ് ജീവിത വിജയം? പഠിച്ച് ജോലി വാങ്ങിച്ച് സമ്പാദിക്കുക എന്നുള്ളത് അത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. സൽസ്വഭാവത്തോട് ജീവിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. സകല കലകളും അറിഞ്ഞിരിക്കാൻ കഴിയുക എന്നുള്ളത് അത്യാവശ്യമാണ്. ഇതിനൊക്കെ ഈ ശക്തി ഉപാസന കൊണ്ട് 9 ദിവസത്തെ ആരാധന കൊണ്ട് നമുക്ക് കഴിയും. 3 ദിവസം നമ്മള് ദേവിയുടെ മുമ്പില് നമ്മുടെ ആയുധങ്ങളെല്ലാം, കാരണം ദേവി തന്നെ അത് നമ്മള് ദേവി മാഹാത്മ്യത്തിൽ പറയുന്നുണ്ട്, ഈ ശുംഭനിശുംഭന്മാരെ വധിക്കുന്നതിന് വേണ്ടി ദേവി ഇറങ്ങിത്തിരിക്കുമ്പോ ആദ്യം എങ്ങനെയാണ് ദേവി ഉണ്ടാവുന്നത്? ഈ അസുരന്മാരുടെ ശല്യം കാരണം ദേവലോകത്ത് നിന്ന് നിഷ്കാസിതരായി കഴിഞ്ഞിരുന്ന അസുരന്മാര്, ദേവന്മാര്, ഈ സമയത്ത് ദേവന്മാരെല്ലാം കൂടെ ശിവനെയും മഹാവിഷ്ണുവിനെയും ഒക്കെ കണ്ട് പറയുമ്പോഴ് ഓരോ ദേവന്മാരുടെയും ശരീരത്തിൽ നിന്ന് അവരുടെ ശക്തി തേജസ്സായി ഒരു സ്ത്രീയായി രൂപം കൊള്ളുന്നു. അപ്പം മഹാവിഷ്ണുവിന്റെ തേജസ് ശക്തി തേജസ്സാകുന്നു, മഹാദേവന്റെ ശക്തി തേജസ്സായി മാറുന്നു. ഇങ്ങനെ ഓരോ ദേവന്മാരുടെയും, ദേവേന്ദ്രന്റെ, ബ്രഹ്മാവിന്റെ, സൂര്യന്റെ, ചന്ദ്രന്റെ, വരുണന്റെ എന്ന് വേണ്ട സർവ്വദേവന്മാരുടെയും ശക്തി അവരുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്ന് ഒരു തേജസ്സായി പുറത്തു വന്ന് അത് കൂടിച്ചേർന്നാണ് ഈ ദേവി അംബിക രൂപം കൊള്ളുന്നത്. എന്നിട്ടാണ് അപ്പൊ ഈ ദേവിക്ക് ആയുധങ്ങൾ ഓരോരുത്തരും കൊടുക്കുന്നുണ്ട്. അതൊക്കെ വളരെ വിശദമായിട്ട് ദേവി മാഹാത്മ്യത്തിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പം ആ ദേവിയുടെ മുമ്പിൽ ഓരോ ആയുധങ്ങളും അവരവർക്കുള്ളതായത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ദേവന്മാര് കൊടുക്കുന്നു. അതിന്റെ ഒരു സൂചകമായിട്ടാണ് നമ്മുടെ ആയുധങ്ങൾ, നമ്മൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളാകുമ്പോ എന്താണ് ആയുധം? പേന, പെൻസില്, ബുക്ക്, പുസ്തകം, ഇതൊക്കെയല്ലേ? ഇതൊക്കെ ദേവിയുടെ മുമ്പില് നമ്മൾ സമർപ്പിക്കുന്നു. ദേവി അതൊക്കെ സ്വീകരിച്ച് നമ്മളെ അനുഗ്രഹിച്ച് 9ാമത്തെ ദിവസം വിജയദശമിയുടെ അന്ന് സിദ്ധിദാത്രീ ഭാവത്തിലുള്ള ദേവിയുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം ലഭിച്ചതായ ആയുധങ്ങളെല്ലാം നമ്മൾ തിരിച്ചു വാങ്ങി അടുത്ത ഒരു വർഷം നമ്മുടെ ദേവിയുടെ അനുഗ്രഹത്തോടുകൂടി മുമ്പോട്ട് പോകാം. സമയം ഏതാണ്ട് അവസാനിക്കാറായല്ലോ. ഇനി എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? എങ്ങനെയാണ് ദേവിയെ ഉപാസിക്കേണ്ടത്? ഇപ്പൊ നമ്മൾ 9 ദിവസം എങ്ങനെയായിരുന്നു ഉപവാസം എന്ന് പറഞ്ഞാൽ? ഉപാസന, വ്രതം എന്നൊക്കെ പറഞ്ഞാല് ആ ഭഗവതിയോട് ചേർന്നിരിക്കുക, ഭഗവതിയുടെ നാമം ജപിച്ച്, പിന്നെ അമ്പലത്തിൽ പോയി തൊഴുത്, ഈശ്വര ആരാധനയോടുകൂടി ഭഗവതിയോടൊത്ത് നമ്മൾ 9 ദിവസം കഴിയുക. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അമ്പലത്തിൽ പോയാൽ നമ്മൾ എന്തൊക്കെ ചെയ്യും? അമ്പലത്തിൽ പോയാൽ എന്തൊക്കെ ചെയ്യും? പ്രാർത്ഥിക്കും, നാമം ജപിക്കും. പ്രദക്ഷിണം വെക്കുമോ? പൂജ കഴിപ്പിക്കും. പ്രദക്ഷിണം വെക്കുമോ? പ്രദക്ഷിണം വെക്കും, നാമം ജപിക്കും. ഓരോ ഈ ദേവതകളുടെ അടുത്ത് പോയി അവരുടെ മന്ത്രങ്ങൾ ചൊല്ലി നമ്മൾ ജപിക്കും, പ്രദക്ഷിണം വെക്കും, പിന്നെ നമസ്കരിക്കും, പുഷ്പങ്ങൾ കൊടുക്കും, ഒക്കെ കൊടുക്കത്തില്ലയോ? ഇതൊക്കെ ഈശ്വരോപാസനയുടെ ഭാഗങ്ങളാണ്. അങ്ങനെ നമ്മൾക്ക് നമ്മുടെ ദുർഗങ്ങളെല്ലാം തീർത്ത് ആ ദുർഗാ ഭഗവതി നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. ആ ഭഗവതി മാതൃരൂപത്തിൽ നമ്മളെയൊക്കെ അനുഗ്രഹിക്കും. ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ?
മാർക്കണ്ഡേയ പുരാണത്തില് നമുക്ക് 18 പുരാണങ്ങളിലുള്ള കാര്യം അറിയാമല്ലോ. നമുക്ക് എത്ര പുരാണങ്ങളുണ്ട്? 18 പുരാണമുണ്ട്. അതിലെ ഒരു പുരാണത്തിലെ കഥയായിരുന്നു നമ്മള് കഴിഞ്ഞ ദിവസം വാമനാവതാരം. ഏത് പുരാണത്തിലെ ആയിരുന്നു വാമനാവതാരം നമ്മൾ പറഞ്ഞത്? ഭാഗവത പുരാണത്തിലെ. 18 പുരാണത്തിൽ ഒരു പുരാണമാ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. ഏതായിരുന്നു? ഭാഗവത പുരാണം. ഭാഗവത പുരാണം. ഇന്ന് പറഞ്ഞത് മാർക്കണ്ഡേയ പുരാണത്തിലെ ദേവി മാഹാത്മ്യത്തെ അധികരിച്ച ഇന്ന് പറഞ്ഞത് വേറൊരു പുരാണം, 18 പുരാണത്തിലെ വേറൊരു പുരാണമായ മാർക്കണ്ഡേയ പുരാണത്തിലാണ് ദേവി മാഹാത്മ്യത്തെ കുറിച്ച് പറയുന്നത്. ഇത് 3 കഥകളായിട്ടാണ് പറയുന്നത്. ഒന്നാമത്തേത് ഉത്തമചരിതം, രണ്ടാമത്തേത് മധ്യമചരിതം, പിന്നെ പ്രഥമചരിതം, മധ്യമചരിതം, ഉത്തമചരിതം. ഈ ഓരോ ചരിതം എന്ന് പറഞ്ഞാല് ഒരൊറ്റ അധ്യായമാണ് പ്രഥമചരിതം. അതില് മധുകൈടഭന്മാരെ വധിക്കുന്നതിന് വേണ്ടി ബ്രഹ്മാവ് ദേവിയെ പ്രാർത്ഥിക്കുകയാണ്. വിഷ്ണുവിന്റെ കർണമലത്തിൽ നിന്നുണ്ടായ മധുകൈടഭന്മാരെ ലോകരാങ്ങളെ മുഴുക്കെ ഈ ബ്രഹ്മാവിനെ ഉൾപ്പെടെ വിഴുങ്ങാനായിട്ട് ചെന്നപ്പോ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ച് മഹാവിഷ്ണുവിനെയല്ല, മഹാദേവിയെ ബ്രഹ്മാവ് പ്രാർത്ഥിച്ച് ആ ദേവിയുടെ അനുഗ്രഹത്താൽ മഹാവിഷ്ണു ഉണർന്നെഴുന്നേറ്റ് മധു കൈടഭൻ എന്ന 2 അസുരന്മാരെ വധിക്കുന്ന കഥയാണ് പ്രഥമചരിതം. അതില് ബ്രഹ്മാവ് ദേവിയെ സ്തുതിക്കുന്നതാണ് ദേവി സ്തുതി. ഇനി രണ്ടാമത് മധ്യമചരിതം. അത് 2, 3, 4 ഇങ്ങനെ 4 അധ്യായങ്ങളിലായിട്ടാണ് മധ്യമചരിതം. മധ്യമചരിതത്തില് ധൂമ്രലോചനൻ, ശുംഭനിശുംഭൻ എന്നീ അസുരന്മാരെ, ശുംഭനിശുംഭനല്ല, ധൂമ്രലോചനൻ, രക്തബീജൻ, മഹിഷാസുരൻ എന്നീ 3 അസുരന്മാരെ ഈ 3 അസുരന്മാരെ പ്രധാനമായിട്ടും വധിക്കുന്നതിന് വേണ്ടിയാണ് ദേവി അവതരിക്കുന്നത്. അവിടെ ദേവി ഈ അസുരന്മാരെയൊക്കെ വധിച്ചു കഴിഞ്ഞാൽ അതിലൊരു അസുരനെ വധിക്കുന്ന കാര്യം ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു. മഹിഷാസുരനെ വധിക്കുന്നതിന് വേണ്ടി കാത്യായനിയായിട്ട് അവതാരം കൊണ്ട കഥ പറഞ്ഞു. കാത്യായനി ദേവി ഭാവം പറഞ്ഞപ്പോഴ് പിന്നെ രക്തബീജൻ എന്ന അസുരന്റെ കഥ പറഞ്ഞു. ഓരോ രക്തത്തുള്ളിയിൽ നിന്നും അസുരൻ ഉണ്ടാവുന്ന കഥ പറഞ്ഞു. ആ 2 അസുരന്മാരെ ആ 3 അസുരന്മാരെ വധിക്കുന്നതിന് വേണ്ടി ദേവി അവതാരം എടുത്തതാണ് മധ്യമചരിതത്തിൽ പറയുന്നത്. അവിടെ അവതാരോദ്ദേശം കഴിഞ്ഞു കഴിയുമ്പോൾ ദേവന്മാര് ഭഗവതിയെ സ്തുതിക്കുന്നതാണ് 4ാമത്തെ അധ്യായത്തില് വളരെ പ്രധാനപ്പെട്ട ഒരു സ്തുതിയാണത്. പിന്നുള്ളത് 5 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിലായിട്ട് ദേവി അംബിക ശുംഭനിശുംഭന്മാരെ വധിക്കുന്നതിന് വേണ്ടി, ഇതൊക്കെ തന്നെ അസുരന്മാര് ദേവലോകം ആക്രമിച്ച് മറ്റു ലോകങ്ങളെല്ലാം കീഴ്പ്പെടുത്താൻ ഒരിക്കലും തൃപ്തരല്ല. അവരുടെ അസുര ലോകത്തിൽ അവർ തൃപ്തരല്ല. മറ്റു ലോകങ്ങളും കൂടെ പിടിച്ചെടുത്ത് എല്ലാം എനിക്ക് വേണമെന്നുള്ള ആ ഒരു ബോധം അവരിലുള്ളത് കൊണ്ടാണ് ആ ആസുരികമായ ഭാവത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ദേവി ഇങ്ങനെ അവതരിക്കുന്നത്. എന്നിട്ട് അതിലെ 11ാമത്തെ 10 വരെയുള്ള 5 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിലായിട്ട് ഈ അസുരന്മാരെ എല്ലാം നിഗ്രഹിക്കുന്ന കഥയാണ്. അത് കഴിഞ്ഞ് 11ാമത്തെ അധ്യായം ദേവി മാഹാത്മ്യത്തിലെ പരമപ്രധാനമായ അധ്യായമാണ് നാരായണീ സ്തുതി. ആ നാരായണീ സ്തുതി നിത്യേന ചൊല്ലണം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നാരായണീ സ്തുതി 11ാം അധ്യായത്തില്, 12ാം അധ്യായത്തിൽ ദേവി അവർക്ക് ഇതൊരു കഥയാണ്. മാർക്കണ്ഡേയ മുനി ജൈമിനി മുനിയും മഹർഷിയും തമ്മിലുള്ള ഒരു സംവാദമായിട്ടാണ് ഈ കഥ പറയുന്നത്. ഒരു രാജാവിന്റെ കഥയാണ്. അങ്ങനെ ഈ കഥ കേട്ട് കഴിയുന്ന രാജാവും വൈശ്യനും ജീവിത വിജയം, അവരെന്താഗ്രഹിച്ചിരുന്നോ അതൊക്കെ നേടിയെടുക്കുന്ന മോക്ഷപ്രാപ്തി വരെ വരുന്ന കഥയാണ് ദേവി മാഹാത്മ്യത്തിലൂടെ പറയുന്നത്. ശരിക്കും ദേവി മാഹാത്മ്യം നമ്മൾ ആ 9 ദിവസം കൊണ്ട് തീർച്ചയായിട്ടും പാരായണം ചെയ്യേണ്ടതാണ്. ഓക്കെ.
എല്ലാവർക്കും നമസ്തേ. എല്ലാവർക്കും കഥ കുറച്ചെങ്കിലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പറയാം. സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ. അത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ, എല്ലാ ദിവസവും ചൊല്ലണം. വളരെ സന്തോഷം. വളരെ നല്ല രീതിയിലുള്ള വിശദീകരണവും അർത്ഥം അറിഞ്ഞ് നല്ല രീതിയിലുള്ള ഒരു ക്ലാസ്സും സമ്മാനിക്കാൻ പറ്റി ഉഷ ചേച്ചി. വളരെ സന്തോഷം. ചേച്ചിയോട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. സന്തോഷം ചേച്ചി. ഇന്ന് നമ്മുടെ ബാലശങ്കരൻ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. തീർച്ചയായിട്ടും ഈ ക്ലാസ്സിൽ എത്തിയ കുട്ടികൾക്ക് എല്ലാം വളരെ ലളിതമായ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഉഷ ഓപ്പോള് പറഞ്ഞു തന്നത്. കഥകളും അതുപോലെ വിശദീകരണങ്ങളുമൊക്കെ ആയപ്പോൾ വളരെ ലളിതമായ ഭാഷയിൽ തന്നെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. തീർച്ചയായിട്ടും ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും ഹൃദ്യമായ ഭാഷയിൽ നന്ദി പറയുന്നു. എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് വിടവാങ്ങാം. ജയശങ്കര. ജയശങ്കര, ജയശങ്കര, ജയശങ്കര. ശങ്കര. നമസ്തേ. ജയശങ്കര. 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 നമസ്തേ. ജയശങ്കര.